ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ മോർണിംഗ് റൊട്ടീനും അതുപോലെ ലഞ്ചുമാണ് കാണിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ എന്നത്തെയും പോലെ എഴുന്നേറ്റ് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള തത്രപ്പാടിലാണ്. വലുതായിട്ടൊന്നുമില്ല, കാരണം ചേട്ടൻ ഇന്ന് ചമ്മന്തിയും അതുപോലെ നമ്മുടെ തൈരും മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എൻ്റെ ജോലി എളുപ്പമായി. എനിക്ക് പിന്നെ ഭയങ്കര മടിയാണ്. രാവിലെ ജോലി ഒതുക്കി കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു പണി അങ്ങ് കഴിയും. പക്ഷേ രാവിലെ അത് നടന്നില്ല എങ്കിൽ പിന്നെ അതൊരു മടി പിടിച്ച ദിവസമായിരിക്കും കേട്ടോ. രാവിലെ എഴുന്നേറ്റത് തന്നെ ലേറ്റായി, അതുകൊണ്ട് ജിമ്മിൽ പോകാൻ പറ്റിയില്ല. നേരെ വന്നു, അടുക്കളയിൽ വന്നിട്ട് നേരെ മുട്ടയും പഴമൊക്കെ അവിക്കാൻ വെച്ചു. എനിക്കും ചേട്ടന് വേണ്ടിയിട്ടുള്ള ചായയൊക്കെ ഇട്ട് മാറ്റി, ചേട്ടന് കൊണ്ടുള്ള ചോറ് മാറ്റിയിട്ട് പിന്നെ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടായിരുന്നു. പുളിയൊക്കെ ഇട്ട് ചമ്മന്തിയൊക്കെ അരച്ച് അത് മാറ്റി വെച്ചിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിക്കാൻ ആവശ്യമായിട്ടുള്ള മുട്ടയും എടുത്ത് പിന്നെ കുറച്ചധികം ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, അതൊക്കെ അരിഞ്ഞ് ഞങ്ങൾ രാവിലെ ചേട്ടനും ഞാനുമായിട്ട് കഴിക്കുവാണ്. ചേട്ടനെ പറഞ്ഞു വിട്ടതിന് ശേഷം പിന്നെ എൻ്റെ ഉച്ചത്തെ എന്താ പറയുക, ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എരിശ്ശേരി വെക്കാമെന്ന്. കുറച്ച് പീയണിക്ക ഉണ്ടായിരുന്നു, അപ്പോൾ പീയണിക്കയും പിന്നെ കുറച്ച് പച്ചക്കായും കൂടെ കിട്ടിയപ്പോൾ സൂപ്പറായിരുന്നു. കാരണം കഞ്ഞി വെക്കാമെന്നുള്ള പ്ലാനായി. അപ്പോൾ അമ്മ കഞ്ഞി വെച്ചു, ഞാൻ എരിശ്ശേരി വെച്ചു. അപ്പോൾ അതിനുള്ളതെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഞാനിവിടെ ചെറുപയറാണ് കേട്ടോ എരിശ്ശേരി വെക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. എനിക്ക് കൂടുതലും ഇഷ്ടം ചെറുപയർ ഇട്ട് വെക്കുന്നതാണ്. അതുകൊണ്ടാണ് ചിലർ വൻപയർ, നമ്മുടെ പെരുമ്പയറുണ്ടല്ലോ, അതൊക്കെ ഇട്ട് വെക്കാറുണ്ട്. ഇപ്പോൾ രണ്ടിലാണെങ്കിലും എനിക്ക് സെയിം ടേസ്റ്റാണ് തോന്നിയിട്ടുള്ളത്. അത് പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ കായും പീയണിക്കയൊക്കെ കൂടെ നമ്മൾ കുക്കറിലിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ടുണ്ട്, നമ്മുടെ പയറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം ഒരു 5-6 വിസിൽ നമ്മൾ കേൾക്കണം. കാരണം തലേന്ന് സാധാരണ പയറിട്ട് വെച്ചിട്ട് ഞാൻ പിറ്റേന്നെടുത്ത് ഒരടി അടിച്ച് വേവിക്കാറാണ് പതിവ്. പക്ഷേ ഇന്ന് പെട്ടെന്നുള്ള എൻ്റെ തീരുമാനമായതുകൊണ്ട് തന്നെ എനിക്കതിന് പറ്റിയില്ല. അപ്പോൾ അതവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമുള്ള തേങ്ങ കൂടെ ചിരകിയെടുക്കണമല്ലോ. അപ്പോൾ തേങ്ങ കൂട്ടിന് വേണ്ടിയിട്ട് പിന്നെ കുറച്ച് വറുത്ത് ചേർക്കാൻ വേണ്ടിയിട്ടുമായിട്ട് തേങ്ങ ഞാൻ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് ചിരകി മാറ്റി വെച്ചു. അതുകൊണ്ട് നോക്കിയിട്ട് മാത്രമേ പിന്നീട് ഞാൻ ചേർക്കത്തുള്ളൂ. കാരണം ഉപ്പ് കൂടിയാൽ ഇവിടെ അച്ഛനൊക്കെ പറ്റത്തില്ല. എനിക്ക് ചില സമയങ്ങളിൽ എനിക്ക് അത്യാവശ്യം ഉപ്പ് വേണം, പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഉപ്പ് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിനുള്ള കൂട്ടിന് വേണ്ടിയിട്ട് കുറച്ച് ജീരകം, 2 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില. ഓക്കെ, ഇത്രയും കൂടെ ഇട്ട് അല്പം പച്ചവെള്ളം, തണുത്ത വെള്ളം തന്നെ ഒഴിച്ച് നമ്മളെ കൂട്ട് അരയ്ക്കണമെന്നാണ് കേട്ടോ ഞാൻ കേട്ടിട്ടുള്ളത്. നല്ല പോലെ ഫൈൻ പേസ്റ്റ്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇടാൻ കേട്ടോ, ഞാൻ ഇട്ടിട്ടില്ല. കുരുമുളക് പൊടി കൂടെ ഇടണം, എങ്കിലേ അതിനൊരു കുറച്ച് എരിവൊക്കെ വേണമല്ലോ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ഫൈൻ പേസ്റ്റായിട്ട്, എന്നാൽ ഒട്ടും അങ്ങ് മഷിയാവുകയും ചെയ്യരുത്, അങ്ങനത്തെ രീതിയിൽ നമ്മൾ അരച്ച് അതങ്ങ് മാറ്റി വെച്ചാൽ ആ പണി അങ്ങ് കഴിഞ്ഞു. പിന്നീട് നമ്മുടെ കുക്കറിൽ വെച്ചേക്കുന്ന ആളവിടെ എന്താ പറയുക, തിളച്ചോണ്ടിരിക്കുവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് തിളച്ച് ആകുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തേങ്ങ കൂടെ വറുത്ത് കോരി വെച്ചാൽ നമ്മുടെ പണി ഏകദേശം അവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും ഈ എരിശ്ശേരി ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി വലിയ ചീനച്ചട്ടിയിൽ വെച്ച് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത്യാവശ്യം വലിയ ചീനച്ചട്ടിയിലാണ് ആദ്യം തൊട്ടേ വച്ച് തുടങ്ങിയത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇഷ്ടം. ഈ കുക്കറിൽ എങ്ങനെ കൊച്ചിൽ ഇരിക്കുന്നതിനേക്കാളും അത്യാവശ്യം വിസ്താരത്തിലിരിക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അപ്പോൾ നമ്മളെ ചീനച്ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുക് വറക്കുക,
കറിവേപ്പിലയും അതുപോലെ നമ്മുടെ വറ്റൽമുളകൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്നായിക്കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ അതിലോട്ട് ചേർക്കുക. നമ്മുടെ ഇഷ്ടമാണ് എത്ര തേങ്ങ ചേർക്കുക എന്നുള്ളത്. നമ്മുടെ കറിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടുള്ള തേങ്ങ നമുക്ക് ചേർക്കാം. ഓക്കെ, അപ്പോൾ തേങ്ങ ഇട്ട് അത്യാവശ്യം നല്ല പോലെ വരട്ടി ഒരു ഗോൾഡൻ കളറായിട്ട് കിട്ടുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ തീ ഓഫ് ചെയ്യണം. കാരണം പെട്ടെന്ന് കരിഞ്ഞു പോവാം. നമ്മൾ അടുത്ത് നിന്നില്ല എങ്കിൽ ഇത് കരിഞ്ഞു പോവും. എനിക്ക് പലപ്പോഴും പറ്റിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കളർ ആകുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ തീ അങ്ങ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കണം കേട്ടോ. ഇതാണ് അതിൻ്റെ പരുവം. കാരണം അല്പമെങ്കിലും അത് അടി പിടിച്ചു പോയാൽ ടേസ്റ്റ് മൊത്തത്തിൽ മാറും. നമുക്ക് പിന്നെ ഇഷ്ടപ്പെടണമെന്നില്ല. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മളിതാ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കൂട്ട് അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല എല്ലാം നല്ല ഉടഞ്ഞ് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ എരിശ്ശേരിയുടെ കൂട്ടുകൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പണി ഇവിടെ കഴിഞ്ഞു. പിന്നെ ഉപ്പ് നോക്കി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എരിശ്ശേരിയും കഞ്ഞിയും. എൻ്റെ മോള് ഒത്തിരി എരിശ്ശേരി കഴിച്ചു വന്നു. കാരണം ഞാൻ അങ്ങനെ അവളെ കഴിച്ച് കണ്ടിട്ടില്ല. പക്ഷെ അന്ന് അവൾ കഞ്ഞി കുടിക്കുന്നതിനേക്കാളും കൂടുതലും ഞാൻ ഒരു പാത്രത്തിലെടുത്ത എരിശ്ശേരി മൊത്തം അവൾ കഴിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഉച്ചത്തെ ഊണ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചമ്മന്തിയും എരിശ്ശേരിയും കഞ്ഞിയുമായിട്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്